ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വളരെ ശക്തിയേറിയ ഒരു നാമവും ഭഗവാന്റെ ഒരു കൊച്ചു കഥയുമാണ് പറയുന്നത്. ഈ കഥ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഈ കഥയുടെ അർത്ഥം നമ്മൾ മുതിർന്ന ആളുകൾ മനസ്സിലാക്കുന്നതും അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഈ നാമം ജപിച്ച് സ്ഥിരമായി ഈ നാമം എല്ലാ ദിവസവും ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, അതായത് സന്ധ്യാസമയത്ത് 108 തവണ എല്ലാ ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം പതിവായി ഈ നാമം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വാരിക്കോരി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുകയും നമ്മൾ ആഗ്രഹിച്ചാലല്ലാതെ നമ്മൾ ഇനി എനിക്ക് കൃഷ്ണനെ വേണ്ട എന്ന് പറയുമ്പോഴല്ലാതെ ഭഗവാൻ നമ്മളെ വിട്ട് പോവുകയേയില്ല. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഈ നാമം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കണം. പരമമായ മോക്ഷവും സന്തോഷവും സമാധാനവും എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും സംരക്ഷണവും ഈ നാമം നൽകുന്നു. ആ നാമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു കൊച്ചു കഥ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് വൃന്ദാവനത്തിൽ അമ്മയായ യശോദാറാണി ഇങ്ങനെ തൈര് കടഞ്ഞ് വെണ്ണയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉണ്ണിക്കണ്ണൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. കുഞ്ഞാണ്. അമ്മ തൈര് കടയുന്നതും നോക്കിക്കൊണ്ട്. അങ്ങനെ കുറച്ച് സമയം നിന്നാൽ അമ്മ കുറച്ച് വെണ്ണ തന്നാലോ എന്ന ചിന്തയിലാണ് ഉണ്ണിക്കണ്ണൻ അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് അവിടേക്ക് ഒരു കുട്ട നിറയെ മാമ്പഴവുമായി ഒരു സ്ത്രീ കടന്നു വരുന്നു. മാമ്പഴം വിൽക്കാനായിട്ട് വരികയാണ്. നല്ല സ്വർണ്ണവർണ്ണമുള്ള മാമ്പഴവും നന്നായി പഴുത്ത മാമ്പഴവുമായിരുന്നു ആ സ്ത്രീയുടെ കയ്യിലുള്ള കുട്ടകളിലുണ്ടായിരുന്നത്. അങ്ങനെ ആ ഗോകുലം മുഴുവനും ഈ മാമ്പഴത്തിൻ്റെ സുഗന്ധം ഇങ്ങനെ പരക്കുകയാണ്. മാമ്പഴം വിൽക്കാനായിട്ട് ആ സ്ത്രീ യശോദാറാണിയുടെ അടുക്കലേക്ക് വരുന്നു. അവർ തൻ്റെ കയ്യിലുള്ള മാമ്പഴങ്ങളെല്ലാം, ആ മാമ്പഴത്തിൻ്റെ കുട്ടകളെല്ലാം താഴേക്ക് വെക്കുന്നു. നല്ല മാമ്പഴമാണ്, കുഞ്ഞിന് കൊടുക്കാം എന്ന് കരുതിയിട്ട് നന്ദഗോപര് അങ്ങോട്ട് വരികയും നന്ദഗോപര് ഒരു കുട്ട മാമ്പഴം മേടിക്കുകയും ചെയ്തു. ആ സമയത്ത് പണമായിട്ടല്ല കൊടുക്കുന്നത്, മാമ്പഴത്തിന് പകരം അകത്ത് പോയി ഒരു കുട്ട മാമ്പഴത്തിന് ഒരു കുട്ട ധാന്യം എടുത്തുകൊണ്ട് വരികയാണ്. ധാന്യം. അങ്ങനെ ഒരു കുട്ട ധാന്യം കൊണ്ടുവന്ന് ഈ മാമ്പഴം വിൽക്കുന്ന സ്ത്രീയുടെ മുമ്പിൽ വെച്ചിട്ട്, ഈ ഒരു കുട്ട ധാന്യം മതിയോ, ഈ ഒരു കുട്ട മാമ്പഴം എനിക്ക് തരുന്നതിന് എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഈ സ്ത്രീക്ക് വലിയ സന്തോഷമായി. കാരണം ഒരു കുട്ട നിറയെ ധാന്യം കിട്ടി. സാധാരണ ആളുകൾ ഒരു കുട്ട മാമ്പഴം കൊടുത്തു കഴിഞ്ഞാൽ അരക്കുട്ട ധാന്യം മാത്രമേ കൊടുക്കാറുള്ളൂ. ഇവിടെ ഒരു കുട്ട നിറയെ കിട്ടി. അതോടുകൂടി ഇവർക്ക് വലിയ സന്തോഷമായി. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്കണ്ണന് മനസ്സിലാകുന്നുണ്ട്, ധാന്യം കൊടുത്താൽ മാമ്പഴം കിട്ടും എന്ന് കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്നു. എന്നാൽ എനിക്കും ഒരു മാമ്പഴം മേടിക്കണം എന്ന് കരുതിയിട്ട് ഉണ്ണികൃഷ്ണൻ അകത്തേക്ക് ഓടിപ്പോവുകയും
തൻ്റെ കുഞ്ഞു കയ്യിൽ കുറച്ച് ധാന്യങ്ങൾ വാരിക്കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് ഓടി വന്നിട്ട് ഈ മാമ്പഴം വിൽക്കുന്ന ഈ സ്ത്രീയുടെ കയ്യിലേക്ക് ഈ ധാന്യം അങ്ങ് കൊടുക്കുന്നു. എന്നിട്ട് എനിക്കും മാമ്പഴം വേണം എന്ന് പറയുകയും ചെയ്തു. കുഞ്ഞല്ലേ, കുഞ്ഞിൻ്റെ കയ്യിൽ എത്ര ധാന്യം കൊള്ളും? അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ ഈ പഴക്കച്ചവടക്കാരിയുടെ കയ്യിലേക്ക് ധാന്യം കൊടുത്തപ്പോഴാണ് കുഞ്ഞിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴക്കച്ചവടക്കാർ ശ്രദ്ധിക്കുന്നത്. കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ പഴക്കച്ചവടക്കാരിക്ക് കണ്ണെടുക്കാനേ തോന്നിയില്ല. നല്ല ചുരുണ്ട മുടിയും നീല കണ്ണുകളും നല്ല നീല നിറവുമൊക്കെ ആയിട്ട് അതിസുന്ദരനായ ഉണ്ണികൃഷ്ണൻ. അങ്ങനെ അവരവരുടെ സഞ്ചിയൊക്കെ ഒന്ന് നോക്കിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരു മാമ്പഴം, നല്ല സ്വർണ്ണവർണ്ണമുള്ള ഒരു മാമ്പഴം എടുത്തിട്ട് ഉണ്ണികൃഷ്ണൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. ഉണ്ണികൃഷ്ണന് വലിയ സന്തോഷമായി. തുള്ളിച്ചാടിക്കൊണ്ട് അകത്തേക്ക് ഓടി എല്ലാവരെയും താൻ മേടിച്ച മാമ്പഴം കാണിച്ചു കൊടുക്കുന്നു. ആ സ്ത്രീ ഉണ്ണികൃഷ്ണൻ കൊടുത്ത ധാന്യവും നന്ദഗോപര് കൊടുത്ത ധാന്യവുമൊക്കെ എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം അവർ ഈ ധാന്യത്തിൽ നിന്നും കുറച്ച് ധാന്യമെടുത്ത് പൊടിക്കാം, അവർക്ക് ആഹാരം കഴിക്കുന്നതിന് വേണ്ടി എന്നു കരുതി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച കുഞ്ഞ് കൃഷ്ണൻ കൊടുത്ത ധാന്യങ്ങളും നന്ദഗോപര് കൊടുത്ത ധാന്യങ്ങളും കൊട്ടയുമെല്ലാം തന്നെ സ്വർണമായിരിക്കുന്നു. അതോടുകൂടി ആ കുഞ്ഞ് സാധാരണ ഒരു കുഞ്ഞല്ല, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് ഈ പഴക്കച്ചവടക്കാരിക്ക് ബോധ്യപ്പെടുന്നു. ഇതാണ് കഥ. അതായത് ഉണ്ണികൃഷ്ണൻ സന്തോഷത്തോടു കൂടി നമ്മളോട് ചേർന്ന് നിന്നാൽ, നമുക്ക് എന്തെങ്കിലും തന്നാൽ, ഒരു ചെറിയ അനുഗ്രഹം തന്നാൽ ആ അനുഗ്രഹത്തിൻ്റെ ശക്തി വളരെ വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഭഗവാന്റെ കടാക്ഷം മാത്രം മതി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇത് തന്നെയാണ് കുചേലനും സംഭവിച്ചത്. ഒരു പിടി അവില് ഭഗവാന് കൊടുത്തപ്പോൾ, സന്തോഷത്തോടു കൂടി ഭഗവാൻ അത് സ്വീകരിച്ചപ്പോൾ കുചേലന് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഭഗവാൻ കൊടുത്തത് അല്ലേ? അപ്പോൾ ഭക്തിപൂർവ്വം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ഭഗവാനോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുകയും എപ്പോഴും ഭഗവാൻ തൻ്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ ഭക്തി ഉള്ള മനുഷ്യരെ ഭഗവാൻ എത്രത്തോളം അനുഗ്രഹിക്കുമെന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. ഗോപികമാരാണ് ഏറ്റവും ശ്രേഷ്ഠകളായ ഭക്തകൾ. അവർക്ക് ഒന്നും വേണ്ട, ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, ഭഗവാന്റെ കൂടെ ഇരുന്നാൽ മതി, ഭഗവാന്റെ കൂടെ കളിച്ചാൽ മതി. അല്ലാതെ വീടും വേണ്ട, കുട്ടികളെയും വേണ്ട, പശുക്കളെയും വേണ്ട, ഭർത്താക്കന്മാരെയും വേണ്ട, ആരെയും വേണ്ട, പണം വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് വിശപ്പും ഇല്ല, ഒന്നുമില്ല, ദാഹവും ഇല്ല. എപ്പോഴും ഭഗവാന്റെ കൂടെ ഇരുന്നിങ്ങനെ ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞു വിരിക്കണം. അവർക്ക് അത് മാത്രം മതി. അപ്പം എത്രത്തോളം വലിയ ഭക്തകളാണ് ഗോപസ്ത്രീകളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഭഗവാന്റെ ആ നാമം ഒന്ന് നോക്കാം. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള നാമമായിരിക്കാം, പക്ഷേ നിങ്ങൾ ഈ നാമം ഇത്രത്തോളം ശക്തിയുള്ളതാണ് എന്ന് ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. നിങ്ങൾ ഈ നാമം ഒരു കീർത്തനം പോലെ പഠിച്ചു വെച്ചിട്ട് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജപിച്ച് ഒരു 4 ലക്ഷം 5 ലക്ഷമൊക്കെ ജപിക്കാൻ പറ്റും.
ഇങ്ങനെ ആവർത്തിച്ച് ജപിക്കണം. രാവിലെ 108, ഉച്ചയ്ക്ക് 108, 11 മണിക്ക് 108, സന്ധ്യയ്ക്ക് 108, കിടക്കുന്നതിന് മുമ്പ് 108, അതിരാവിലെ 108, ഇങ്ങനെ ജപിക്കണം. ഇങ്ങനെ ജപിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ ജപിക്കണ്ട, നിങ്ങളുടെ ശരീരം സ്വയം ജപിച്ചു തുടങ്ങും. നിങ്ങൾക്കിങ്ങനെ കേൾക്കാൻ പറ്റും ശരീരം ജപിക്കുന്നത്. നിങ്ങൾ കൃഷ്ണനായി മാറും. 100% ഉറപ്പാണ്. ഒരു വല്ലാത്തൊരു പ്രഭാവലയം, ഒരു കാന്തിക വലയം നിങ്ങളെ വിലയം പ്രാപിച്ചു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. ഒരു തരത്തിലുള്ള ശത്രുക്കളുടെ ആക്രമണവും നിങ്ങൾക്കുണ്ടാകില്ല. ഭഗവാൻ ഒരു സംരക്ഷണ കവചം പോലെ ദ്രൗപദിയെ എങ്ങനെയാണോ ഭഗവാൻ സംരക്ഷിച്ചത്, പല അവസരങ്ങളിൽ ദ്രൗപദിയെ ഭഗവാൻ സംരക്ഷിച്ചിട്ടുണ്ട്. ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിൽ നിന്ന് സംരക്ഷിച്ചു. അക്ഷയപാത്രത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. കൗരവ സഭയിൽ വെച്ച് ദ്രൗപദിയെ സംരക്ഷിച്ചു. ഒരുപക്ഷേ പാണ്ഡവരെ പോലും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ടാകില്ല. കാരണം ഒരു സ്ത്രീയുടെ വേദന ഭഗവാൻ അത്രത്തോളം മനസ്സിലാക്കിയിരുന്നു. സ്ത്രീയുടെ കണ്ണുനീര് വീണതുകൊണ്ടാണ് കൗരവർക്ക് നാശമുണ്ടായത്. ദ്രൗപദിയുടെ കണ്ണുനീര് ഒരു കുലം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഇനി നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ ശ്രേഷ്ഠമായ നാമം അത് ഏതാണ് എന്ന് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതഃ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഈ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. 108 തവണ എന്ന് നിങ്ങൾ അങ്ങനെ എണ്ണി ജപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ജപമാല ഉപയോഗിച്ച് ജപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജപിക്കുക. അതല്ല, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത്ര നമ്പറെന്നില്ല, അല്ലാതെ ഇങ്ങനെ ഒരു ജപം പോലെ ഇങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജപിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ, എത്ര തവണ നിങ്ങൾ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രയും ശുദ്ധീകരണം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകും. അതോടുകൂടി നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. സാവധാനം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സ്വഭാവത്തിലുമൊക്കെ മാറ്റമുണ്ടാകും. ഒരു വലിയ പുരോഗതിയിലേക്ക്, എല്ലാ തരത്തിലുള്ള ഒരു വലിയ പുരോഗതിയിലേക്ക് നമുക്ക് പോകുവാനും സാധിക്കും. ഉറപ്പാണ്. മനഃശുദ്ധിയോടുകൂടി ശരീരശുദ്ധിയോടുകൂടി ജപിച്ചുകൊള്ളുക. തീർച്ചയായിട്ടും ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അത്ര ശ്രേഷ്ഠമായ നാമമാണ്. ഒരുപാട് മനുഷ്യരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുള്ള നാമമാണ്. അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ചു പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കലിയുഗത്തിൽ നാമജപത്തിനോളം പ്രാധാന്യം മറ്റൊന്നിനുമില്ല എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.